ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചതിന് ശേഷം വഴിയരികിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അതിന് അടിക്കുറിപ്പായി ഇങ്ങനെ എഴുതി: നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. അതുവഴി പലരും കടന്നുപോയി. ചിലർ ആ ചിത്രത്തെ നോക്കി നിന്നു, ചിലർ ആ ചിത്രത്തെ കണ്ട ഭാവം നടിച്ചില്ല, ചിലർ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചു. വൈകുന്നേരമായപ്പോൾ ആ ചിത്രകാരൻ തൻ്റെ ചിത്രത്തിലേക്ക് നോക്കി. അയാൾ അതീവ സന്തോഷവാനായി. നിറയെ അഭിപ്രായങ്ങൾ എല്ലാവരും എഴുതിയിരിക്കുന്നു. അയാൾ ഓരോ അഭിപ്രായമായി വായിച്ചു നോക്കാൻ തുടങ്ങി. കണ്ണിന് തിളക്കം പോരാ, മൂക്ക് കുറച്ചുകൂടി ശരിയാക്കാമായിരുന്നു എന്നിങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ. എല്ലാ അഭിപ്രായവും വായിച്ചു കഴിഞ്ഞതിനു ശേഷം അയാൾ ആകെ നിരാശനായി കാണപ്പെട്ടു. കാരണം തൻ്റെ ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായം പോലും അതിനകത്തുണ്ടായിരുന്നില്ല. പകരം എല്ലാം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. പ്രിയരെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. മറ്റുള്ളവർ നല്ലത് പറയുമെന്ന് കരുതി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമുക്ക് കിട്ടുന്നത് കുറ്റപ്പെടുത്തലുകളും അവഗണനയും മാത്രമായിരിക്കാം. ഇവിടെയാണ് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കരുണയുടെ, ക്ഷമയുടെ ഒക്കെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിശുദ്ധ കുരിശിലേക്ക് നാം നോക്കേണ്ടത്. മനുഷ്യരുടെ തുപ്പലുകൾ മാത്രം ഏറ്റുവാങ്ങി ഈശോ കുരിശിൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിൽ നിന്ന് നമുക്കും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ നമുക്കും സാധിക്കണം. അതിനായി വിശുദ്ധ കുരിശിനെ നമുക്ക് മുറുകെ പിടിക്കാം. വിശുദ്ധ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ഇക്കഴിഞ്ഞ 2018 പ്രളയത്തിൽ സർവ്വത് നഷ്ടപ്പെട്ട ഒരു യുവാവിന് അഭയാർത്ഥി ക്യാമ്പായി കിട്ടിയത് ഇടവക ദേവാലയമായിരുന്നു. ആ ദേവാലയത്തിൻ്റെ ഓരോ പടിക്കെട്ട് കയറുമ്പോഴും അവൻ്റെ മനസ്സിൽ ദുഃഖത്തിൻ്റെ മഴ ആർത്തലച്ച് പെയ്യുകയായിരുന്നു. ആ ഇടവക ദേവാലയത്തിനുള്ളിൽ കയറിയ ശേഷം അവൻ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി. 10-30 വർഷം ആ ദേവാലയത്തിൽ വന്നു പോയിട്ടും ഇന്ന് വരെ ഒരു നിമിഷം പോലും ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുവാൻ അവന് സാധിച്ചിട്ടില്ല. ഇന്ന് ആ ക്രൂശിത രൂപം അവനോട് മന്ത്രിച്ചു: മകനെ, നിനക്ക് എന്നെ വേണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നെ വേണം. ആഡംബരത്തിൻ്റെയും സുഖലോലുപതയിലും മുഴുകിക്കഴിഞ്ഞ ആ യുവാവിന് അന്ന് ആ ക്രൂശിത രൂപത്തിലൂടെ ഈശോ വലിയൊരു തിരിച്ചറിവ് നൽകിയായിരുന്നു. സഹനമാണ് സ്നേഹം എന്ന വലിയ തിരിച്ചറിവ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഘടകവും തിരിച്ചറിവ് തന്നെയാണ്. തിരിച്ചറിവുകളിൽ നിന്ന് നാം പഠിക്കണം. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ, ആ വലിയ തിരിച്ചറിവിൽ നിന്ന്, സഹനത്തിൽ നിന്ന് സ്നേഹമാക്കി മാറ്റണം. ആ യുവാവും ആ സഹനത്തെ സ്നേഹമാക്കി മാറ്റിയതുപോലെ നമുക്കുണ്ടാകുന്ന എല്ലാ സഹനത്തെയും നാം സ്നേഹമാക്കി മാറ്റണം. അതിനായി വിശുദ്ധ കുരിശിനെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ആമീൻ.